അസ്സലാമലൈക്കും. ഇത്താത്തയാണേ. നമ്മളിൽ പലരും ഉംറ നിർവഹിച്ചവരാണ് അല്ലേ, ഉംറയ്ക്ക് പോകാൻ കഴിഞ്ഞവരാണ്. അതിന് കഴിയാത്തവർ, ഏറെ ആഗ്രഹമുള്ള ആളുകൾ, അള്ളാഹു താല അവർക്കും ഉംറ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, എൻ്റെ അടുത്ത് ഒരു സഹോദരി ചോദിച്ചു, ഉംറ നിർവഹിച്ചിട്ടുണ്ടോ? ഉണ്ട്, 2007 ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞത്, പൈസ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായി ഓക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നില്ലേ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി എനിക്ക് ഹജ്ജിന് പോകണം എന്നുള്ളതാണ്. അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ. കാരണം ഞാനും ഭർത്താവുമൊത്ത് ഹജ്ജിന് പോകണം എന്നുള്ളതാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി. അപ്പോൾ ഈ സഹോദരി ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞു കൊടുത്ത മറുപടി ഒരു ചരിത്രം പറഞ്ഞു കൊടുത്തുട്ടോ. ഈജിപ്ത് നഗരത്തിൽ ഒരു മിസ്കീനായ സാധുവായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം എന്നുള്ളത് ചെരുപ്പ് കുത്തലായിരുന്നു കേട്ടോ. ഏറെ ആഗ്രഹമുള്ളൊരു കാര്യം അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ കഴിയണം എന്നുള്ളത്, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എത്താൻ കഴിയണം, എനിക്ക് ഹജ്ജ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഒരുപാട് വർഷത്തെ സമ്പാദ്യത്തിൽ, വളരെ ചെറിയ തോതിലുള്ള ആ ഒരു സമ്പാദ്യത്തിൽ നിന്നും അദ്ദേഹം ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഹജ്ജിന് പോകാൻ ഒരുങ്ങിട്ടോ. അദ്ദേഹം ഹജ്ജിന് പോകുന്ന വഴി മധ്യേ ഒരു സ്ത്രീയെ കണ്ടുട്ടോ. ആ സ്ത്രീയെ ചത്ത മൃഗത്തിൻ്റെ മാംസം അറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവരുടെ പുറകിൽ ഈ ഒരു മനുഷ്യൻ യാത്ര തിരിച്ചു. ഈ ഒരു മാംസം കൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് അറിയാവുന്നതിനായിട്ട്. അപ്പോൾ ഒരു ചെറിയ കുടിലേക്ക് പോയിട്ട് അവിടെയുള്ള മക്കൾക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു മൃഗത്തിൻ്റെ. അപ്പോൾ ഏറെ സങ്കടത്തോടു കൂടി അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ചത്ത മൃഗത്തിൻ്റെ മാംസം എടുത്തു കൊണ്ടുവന്നൊന്ന് പാചകം ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒരുപാട് നാളായി എൻ്റെ മക്കൾക്ക് ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് വളരെയേറെ വിശപ്പോടുകൂടി അവർ കരയുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്ന്. അദ്ദേഹം ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ എല്ലാം എടുത്തുകൊണ്ട് ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുത്തുട്ടോ. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് തന്നെ തിരിച്ചു. പക്ഷേ അദ്ദേഹം വീട്ടിലെത്തി ഹജ്ജിന് പോയി തിരിച്ചു വന്നവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ അവിടെ കണ്ടു എന്നുള്ളതാണ്. ഹജ്ജ് സമയത്ത് നിങ്ങളെ ഞങ്ങൾ അവിടെ കണ്ടിരുന്നു എന്നുള്ളത്. അദ്ദേഹം അതിശയത്തോടു കൂടി ചോദിച്ചു, എങ്ങനെ അത് സാധിച്ചു? ഞാൻ ഹജ്ജിന് പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ എങ്ങനെ നിങ്ങൾ എന്നെ കാണാൻ കഴിയും എന്ന്. അത് അള്ളാഹു അവർക്ക് വേണ്ടി, ആ വിശന്നു വലഞ്ഞ് കരഞ്ഞ മക്കൾക്ക് വേണ്ടി ഹജ്ജിന് പോകുന്ന പൈസ ഉപയോഗിച്ചപ്പോൾ റബ്ബ് ഒരു മലക്കിനെ, അദ്ദേഹത്തിൻ്റെ ഒരു മലക്കിനെ ഹജ്ജ് നിർവഹിക്കാനായിട്ട് ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് ചരിത്രം.